ഇറാനും ഇസ്രായേലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഇരു രാജ്യങ്ങളിലും ആക്രമണമില്ലാത്ത ഒരു രാത്രിയാണ് കടന്നുപോയത്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഇറാൻ ആണവ കേന്ദ്രത്തിലേക്ക് നടത്തിയ ആക്രമണം വിജയം കണ്ടില്ല എന്ന US ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നത് അമേരിക്കയും ഇസ്രായേലിനെയും പ്രതിരോധത്തിലാക്കി. ഇതിനിടെ നാറ്റോ സംഘത്തിന്റെ കൂടിക്കാഴ്ച നെതർലൻഡ്സിൽ നടക്കും. അതേസമയം ഇസ്രായേൽ ചാരന്മാരെന്ന് സംശയിക്കുന്ന 700 പേർ ഇറാനിൽ പിടിയിലായി. ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിയ 13 ദിവസങ്ങൾ നീണ്ട ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് താത്കാലിക വിരാമമായിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണമൊന്നും നടത്തിയില്ല. ഇറാനും ഇസ്രായേലും തമ്മിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ വരും നാളുകളിൽ ചർച്ച നടക്കും. അവിടെ ഇറാന്റെ ആണവ പ്ലാന്റുകളുടെ പ്രവർത്തനം തന്നെയാകും പ്രധാന വിഷയമാവുക. ഇതിനിടെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണം ലക്ഷ്യം കണ്ടില്ലെന്ന അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നു. ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം പോലെ ആണവ കേന്ദ്രങ്ങൾക്ക് കനത്ത നാശമുണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ചോർന്ന റിപ്പോർട്ടിലുള്ളത് വസ്തുതയ്ക്ക് നിരക്കുന്ന കാര്യങ്ങളല്ലെന്നും രഹസ്യരേഖകൾ ചോരുന്നത് അംഗീകരിക്കാനാകില്ലെന്നുമാണ് US വൃത്തങ്ങളുടെ പ്രതികരണം. ഇന്ന് നെതർലാൻഡ്സിൽ നടക്കുന്ന നാറ്റോ യോഗത്തിൽ ഇക്കാര്യങ്ങൾക്ക് പുറമെ അമേരിക്ക പങ്കാളിയായി ഇറാനിലേക്ക് നടത്തിയ ആക്രമണം കൊണ്ട് എന്ത് നേട്ടമാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായതെന്ന് ട്രംപ് വിശദീകരിക്കേണ്ടി വരും. അതേസമയം ഇസ്രായേലിന്റെ ചാരന്മാരെന്ന് സംശയിക്കുന്ന 700ഓളം പേർ ഇറാനിൽ പിടിയിലായി. ഇറാനിനുള്ളിൽ നിന്ന് ആക്രമണം നടത്താൻ ഇസ്രായേലിന് സഹായികളുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ആളുകളെ അന്വേഷണ ഏജൻസികൾ തിരഞ്ഞുപിടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, News 18.